ജമ്മുകാശ്മീരിലെ അഖ്നൂരിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ആക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു എന്ന വിവരങ്ങൾ. ഭീകരർക്ക് നുഴഞ്ഞുകയറാൻ വേണ്ടി പാക് സൈന്യം വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ട്. നിയന്ത്രണ രേഖ മറികടന്ന് നുഴഞ്ഞുകയറിയ ഭീകരരെ കണ്ടെത്താൻ ഉധംപൂർ, കിഷ്ത്വാർ ജില്ലകളിലെ സുരക്ഷാ സേന തിരച്ചിലാണ്. അതിനിടെ കിഷ്ത്വാർ ജില്ലയിലെ ചത്രോയിലെ നൈദ്ഗാം വനമേഖലയിൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അടക്കം 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ജെയ്ഷെ കമാൻഡർ സെയ്ദുള്ള, ഫർമാൻ ബാഷ എന്നിവരെയാണ് വധിച്ചത്. കൊല്ലപ്പെട്ട ഭീകരരുടെ തലയ്ക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ 9-നാണ് മേഖലയിൽ സുരക്ഷാ സേന പരിശോധന ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെയോടെ സൈഫുള്ളയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം നടത്തിയ തിരച്ചിലിൽ മറ്റു 2 ഭീകരരെ കൂടി കണ്ടെത്തുകയായിരുന്നു. അർദ്ധസൈനിക വിഭാഗത്തിലെ കമാൻഡോകൾ, CRPF, ജമ്മു കാശ്മീർ പോലീസ്, SOG എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനൊടുവിലാണ് 3 ഭീകരരെ വധിക്കാൻ സാധിച്ചത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് വൻതോതിൽ ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ സുരക്ഷാ സേന കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വൈകി കേരിഭട്ടൽ പ്രദേശത്തെ വനമേഖലയിൽ അരുവിക്ക് സമീപം ആയുധധാരികളായ ഒരു സംഘം ഭീകരർ തമ്പടിച്ചിരിക്കുന്ന വിവരം അറിഞ്ഞ സൈന്യം അവിടെ എത്തി. തിരച്ചിലിനിടെ ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സൈന്യം തിരിച്ചടിച്ചു. ഏറ്റുമുട്ടൽ ഏറെ സമയം നീണ്ടുനിന്നു. ഇതിനിടയിലാണ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർക്ക് പരിക്കേൽക്കുകയും പിന്നീട് വീരമൃത്യു വരിക്കുകയുമായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. ഇവിടെ ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം കിഷ്ത്വാറിൽ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരരെയും സൈന്യം വധിച്ചു. ആദ്യം ഒരു ഭീകരനെയാണ് വധിച്ചത്. തുടർന്ന് 2 പേരെ കൂടി വധിക്കുകയായിരുന്നു. ഭീകരരിൽ നിന്ന് M4, AK-47 തോക്കുകളും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് കൂടുതൽ സൈനികർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന സംശയത്തിൽ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് കരുതുന്നത്. സൈന്യം നടപടി കടുപ്പിച്ചതോടെ ജമ്മു കാശ്മീരിൽ പാകിസ്ഥാന്റെ സഹായത്തോടെയുള്ള ഭീകര ആക്രമണവും കാര്യമായി കുറഞ്ഞിരുന്നു. എന്നാൽ അടുത്തിടെ സംസ്ഥാനത്ത് പലയിടത്തും ഭീകരർ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതേ തുടർന്ന് സൈന്യം വീണ്ടും നടപടി കർശനമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാക് അധിനിവേശ ജമ്മു കാശ്മീർ ഇന്ത്യയുടേതാണ് എന്ന് ഊന്നി പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് വന്നിരുന്നു. ബലൂചിസ്ഥാനിലെ വിഘടനവാദവും സ്വന്തം രാജ്യത്ത് അരങ്ങുവാഴുന്ന തീവ്രവാദവും കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. ന്യൂഡൽഹിയിൽ ഒരു ദേശീയ വാർത്താ ചാനലിന്റെ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത്. പാക് സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീരിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അവകാശവാദമല്ല എന്നും ചരിത്രപരമായ രേഖകളും തെളിവുകളും പിന്തുണയ്ക്കുന്ന ഉറച്ച വിശ്വാസമാണ് എന്നും അമിത് ഷാ പറഞ്ഞു. പാക് സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീരിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് എന്നും തങ്ങളുടെ നിയമപരമായ കേസും ശക്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ പാക് സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്ന ഒരു പ്രമേയം 1994-ൽ ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ കാര്യവും അദ്ദേഹം പരാമർശിച്ചു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ അസ്വസ്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പാകിസ്ഥാന് അവിടെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ. ബലൂചിസ്ഥാനിൽ മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പാകിസ്ഥാൻ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതയും തീവ്രവാദവും നേരിടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാൻ ആദ്യം അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം എന്നാണ് അമിത്ഷായുടെ നിർദ്ദേശം. പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാനിൽ വിഘടനവാദ കലാപം നടക്കുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടം ഈ പ്രവിശ്യയിലെ വിഭവങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നും ബലൂച്ച് നിവാസികൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും നൽകിയില്ല എന്ന് ആരോപിച്ചുമാണ് തീവ്രവാദികൾ ഇവിടെ ആക്രമണം നടത്തുന്നതെന്ന് അമിത്ഷാ പറഞ്ഞു. എന്നാൽ ഇന്ത്യ ബലൂചിസ്ഥാൻ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നില്ല. അതേസമയം പാകിസ്ഥാനിലെ ചില പ്രവിശ്യകളിൽ സർക്കാർ പ്രവർത്തിക്കുന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങൾ അതൃപ്തരാണെന്നും അമിത്ഷാ പറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലേക്കുള്ള തന്റെ സമീപകാല സന്ദർശനത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വവുമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കേന്ദ്രം എപ്പോഴും പ്രാദേശിക സർക്കാരുകളെ ഒരു പക്ഷപാതവുമില്ലാതെ പിന്തുണച്ചിട്ടുണ്ടെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 6 മുതൽ 8 വരെ ജമ്മു കാശ്മീർ സന്ദർശിച്ച ഷാ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, സുരക്ഷാ ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി സുരക്ഷാ വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗങ്ങൾ നടത്തിയിരുന്നു. ദേശീയ സുരക്ഷ കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയാണ് എന്നുറപ്പിച്ച ആഭ്യന്തരമന്ത്രി വിഘടനവാദത്തിനെതിരെയുള്ള സർക്കാരിന്റെ നിലപാട് വളരെ ഉറച്ചതാണ് എന്നും പറഞ്ഞു. ഇതിനു പുറമെ ജമ്മു കാശ്മീരിൽ ഭീകരത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയ ആഭ്യന്തരമന്ത്രി ഇത് ചെയ്യാൻ ശ്രമിക്കുന്നവർ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.